എല്ലാവർക്കും നമസ്കാരം ട്ടാ. എന്തായി? എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയില്ലേ? നമുക്കിനി വെറുതെ കളയാനായിട്ട് സമയമൊന്നുമില്ല ട്ടാ. എക്സാം ഇനിയിപ്പോൾ ഒരു 5-6 മാസത്തിനുള്ളിൽ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം വരെ. അപ്പം അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പുസ്തകം എടുത്തുവെച്ചിട്ട് പഠിത്തം തുടങ്ങിക്കോട്ടാ. ഇന്ന് ഞാനേ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ടൈം ടേബിളൊക്കെ ഇട്ട് പഠിച്ചു പോണേന്ന് ഒന്ന് നിങ്ങളുടെ എല്ലാവരോടൊന്ന് പറയണം തോന്നി. അപ്പോൾ ഇതാണ് ഞാൻ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൈം ടേബിളാണ് കേട്ടോ. ഞാനിതിങ്ങനെയല്ല ഗ്രൂപ്പിലിടുന്നത്, ടൈപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നോട്ട് ബുക്കിലൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഞാനും പഠിക്കണത്. എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിൽ നിന്ന് പഠിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം ഇത് അതിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാഠമാണ് കേട്ടോ പഠിക്കാനുള്ളത്. ഇത് ഇന്നലത്തെ ഭാഗമായിരുന്നേ. ഇന്നലത്തെ ഭാഗം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ഇന്നത്തെ ടൈം ടേബിളിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഈ പാഠം ഞാൻ പഠിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാഠത്തോട് കൂടിയിട്ട് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിയമവും സമൂഹവും എന്നിട്ടൊരു പാഠമാണ്. ഇതിലിങ്ങനെ കുറേ കാണുന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ള പോയിൻറ്റ്സ് അത്രയ്ക്കധികം ഇല്ല കേട്ടോ ഈ പാഠത്തിൽ. പിന്നെ പുതിയ SCERT പഠിക്കാനായിട്ട് ഞാനിത് ദ ബെസ്റ്റ് അക്കാദമിയുടെ പുസ്തകമാണ് മേടിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ക്വസ്റ്റ്യൻ പൂളും ഹാൻഡ് ബുക്കും അങ്ങനെ ഒരു ഡീറ്റെയിൽസും വിടാണ്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ പാഠം. ഇത് ഇന്നേക്ക് പഠിക്കാനുള്ള ടൈം ടേബിളാണ്. ഇതിൽ ഞാൻ പുതിയ SCERT തന്നിട്ടില്ല, കാരണം അത് ഇന്നലത്തെ ടൈം ടേബിളാണ് കേട്ടോ. കണ്ടില്ലേ, ഇന്നലത്തെ ഭാഗത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുതിയ SCERTയുടെ ഭാഗങ്ങളില്ലാത്തതിൻ്റെ കാരണം പഴയ SCERTയിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ഭാഗമാണ് ഇന്ന് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പഴയ SCERTയുടെ കൂടെ ഇന്ന് പുതിയ SCERTയുടെ ഭാഗങ്ങൾ പഠിക്കാൻ കൊടുത്തില്ല കേട്ടോ. ഇതാണ് എൻ്റെ പഴയ SCERTയുടെ റാങ്ക് ഫയൽ. ഇത് കണ്ടിട്ട് ഇത് റാങ്ക് ഫയലാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇത് ഇങ്ങനത്തെ കോലാവാൻ കാരണം ഞാൻ പഠിച്ചതൊക്കെ കീറി കഷ്ണങ്ങളായിട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളാക്കി പാർട്സാക്കി ഓരോ പാർട്സും ഓരോ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടയുടെ ഉള്ളിൽ വെച്ച് പശ തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പ് കാണുമ്പോൾ SCERTയുടെ ബുക്കാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അത്യാവശ്യം സമയം എടുക്കും ഇത് പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങൾ പഠിക്കാൻ തരാതിരുന്നത്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളുടെ ചാനലിൽ ഞാൻ ഡെയിലി പഠിക്കാനുള്ള SCERTയുടെ ചാപ്റ്ററിൻ്റെ PDF ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഈ പുതിയ SCERTയുടെ റാങ്ക് ഫയൽ ഉള്ള കാരണമാണ് കേട്ടോ ഞാനതിൻ്റെ PDF ഇട്ട് കൊടുക്കുന്നത്. കാരണം അത് കുറച്ച് പേരൊക്കെ മേടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ PSCയുടെ ഇറങ്ങുന്ന പുസ്തകങ്ങൾക്കൊക്കെ നല്ല പൈസയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പുസ്തകം ഉള്ളത് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൽ PDF ഇട്ട് തരുന്നത്. പിന്നെ ബയോളജിയുടെ ഭാഗമാണ് കേട്ടോ ഇത്. അസ്ഥിവ്യവസ്ഥയാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ സയൻസ് ഭാഗങ്ങളൊക്കെ അധികവും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പഠിക്കാറ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ഒരുവിധം പഠിച്ചു കഴിഞ്ഞതാണ്. പഴയ ടെക്സ്റ്റ് മാത്രം, പുതിയത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ ഒപ്പം ഞാനും പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിത്തം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് റാങ്ക് ഫയലിൻ്റെ ഭാഗം വായിക്കാമെന്ന് വെച്ചു. പിന്നെ അടുത്തതായിട്ട് സുപ്രധാന നിയമങ്ങളാണ്. അപ്പോൾ ഞാൻ LGSന് ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇടുന്നുണ്ട്, ഒപ്പം LDCക്കും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ സുപ്രധാന നിയമങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നോക്കി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് പോക്സോ നിയമമാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഞാനിങ്ങനെ ചിലത് 2 ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലും ചിലത് 3 ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലൊക്കെയാണ് ടൈം ടേബിൾ ഇട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് പോക്സോ ഞങ്ങളുടെ പഠിച്ച് കഴിയും. എൻ്റെ അടുത്ത് LDCയുടെ റാങ്ക് ഫയലില്ല. LGSൻ്റെ പണ്ടത്തെ ഒരു റാങ്ക് ഫയലാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. അപ്പോൾ LDCയുടെ മറ്റ് ഭാഗങ്ങൾ പഠിക്കാനായിട്ട്
ഞാൻ മേടിച്ചൊരു പുസ്തകമാണ് കേട്ടത്. ഇത് പ്രൈം PSCയുടെ ഒരു പുസ്തകമാണ്. പക്ഷേ അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ ഇതിലുണ്ട് കേട്ടോ. നമ്മളുടെ NCERT ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇതിൽ മറ്റേ ഇപ്പോൾ ഒരു ലക്ഷ്യ, ടാലൻറ്റ് അങ്ങനത്തെ റാങ്ക് ഫയലിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തതായിട്ട് ഭരണഘടനയുടെ ഭാഗമാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നിയമനിർമ്മാണ വിഭാഗം, അതിൽ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് ആകെ കൊടുത്തിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ഭാഗം ഇന്ന് പഠിക്കും. അതോടുകൂടിയിട്ട് ആ ഭാഗവും ഞങ്ങളുടെ കംപ്ലീറ്റ് ആവും. അതിന് വേണ്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈം PSCയുടെ ആ ഗൈഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ഇത്രയും ഭാഗങ്ങൾ കൂടാണ്ട് മാത്സ്, കറണ്ട് അഫെയർ, പിന്നെ LDCക്കാർക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ടും, പിന്നെ ഇംഗ്ലീഷിൻ്റെ മലയാളം വൊക്കാബുലറിയുടെ ഭാഗങ്ങളൊക്കെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് ടൈം ടേബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്കാർ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം കേട്ടോ.